രേവതി ചേച്ചി, ശരത്തിനെ അന്വേഷിച്ച് പോലീസ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശരത്തിനെ കിട്ടിയില്ലല്ലോ. ശരത്ത് വന്നിട്ടില്ലെങ്കിൽ അമ്മേനെ സ്റ്റേഷനിൽ ഇടുന്നു പറഞ്ഞിട്ട് അവർ അമ്മേനെ പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. രേവതി ചേച്ചി, അമ്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ളത്. ഞാനും സ്റ്റേഷനില്ല. എനിക്കാകെ പേടിയായിട്ട് വയ്യ ചേച്ചി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യോ മോളെ ദേവു, അമ്മ സ്റ്റേഷനിലോ? അതെ സച്ചേട്ടാ, അമ്മ സ്റ്റേഷനിലോ അത്രേ സച്ചേട്ടാ. നീ വിഷമിക്കാതിരിക്കുക രേവതി, നമുക്ക് എന്താ ചെയ്യാം? നീ വേഗം പുറപ്പെടുക, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിന്റെ കഥയാണ്. ശരത്ത് എന്ന് പറഞ്ഞ ഒരു പാവം കുട്ടിയെ ഒരു നിമിഷത്തെ മാനസിക ദൗർബല്യം കൊണ്ട് അവൻ ചെയ്ത തെറ്റാണ്. പക്ഷെ അത് ഇട്ടിട്ട് രേവതിനെയും സച്ചിനെയും ഒരുപാട് മാനസികമായിട്ട് തകർക്കുന്ന ഒരു കുടുംബം ചന്ദ്രമതിയുടെ മകൻ സുധിയുടെ ഭാര്യ ശ്രുതി, ഇവർ മാനസികമായിട്ട് രേവതിനെയും സച്ചിനെയും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രമതി വീട് വിട്ട് ഇറങ്ങിപ്പോയി. ചന്ദ്രമതി ഇപ്പം ഇരിക്കുന്നത് ബാമയുടെ വീട്ടിലാണ്. അപ്പം പറയുന്നുണ്ട്, രേവതി അവിടെ നിന്ന് ഇറങ്ങാതെ ഞാൻ ഇനി ആ വീടിൻ്റെ പടി ചവിട്ടില്ല എന്നാണ് പറയണത്. ഇവിടെ അത്യന്തം മനോവിഷമത്തോട് കൂടിയിട്ടാണ് രേവതി സച്ചി. അങ്ങനെ രാത്രിയായി, ചന്ദ്രമതി അങ്ങോട്ട് പോയല്ലോ. ഇപ്പം ചന്ദ്രമതി ഇല്ലാത്ത വീടാണ് ഇപ്പം ചന്ദ്രോദയം. സച്ചി കിടന്നുറങ്ങാണ്, രേവതി അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ സച്ചി പെട്ടെന്ന് രേവതിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് കണ്ണ് തുറക്കുന്നത് കാണുമ്പോൾ രേവതി ഇരുന്ന് കരയുന്നതാണ് സച്ചി കാണുന്നത്. അപ്പോൾ ചോദിക്കുക, എന്താ രേവതി, എന്താ നിനക്ക്, നീ ഇങ്ങനെ എന്തിനാ ഇരുന്ന് കരയണ? സച്ചേട്ടാ, എനിക്ക് വിഷമം സഹിക്കാൻ വയ്യ സച്ചേട്ടാ. ഞാൻ കാരണല്ലേ അമ്മ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. നീ കാരണമല്ല, അമ്മ ഇതിന് മുമ്പും വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. അച്ഛനോട് വഴക്കിട്ടിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ട്. നീ അത് കാര്യമാക്കണ്ട രേവതി. അല്ല സച്ചേട്ടാ, എൻ്റെ അനിയൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഞാൻ അവനെ ന്യായീകരിക്കണില്ല. അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. സംഭവം സത്യമാണ്. പക്ഷേ എന്നോടുള്ള ദേഷ്യത്തിനല്ലേ അമ്മ വീട് വിട്ട് പോയേക്കണത്. അമ്മയുടെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? അമ്മ ദേഷ്യപ്പെട്ടതിൽ ന്യായമുണ്ട് സച്ചേട്ടാ. എൻ്റെ അനിയൻ്റെ ഭാഗത്തുനിന്ന് വന്ന് തെറ്റല്ലേ. അമ്മ ദേഷ്യപ്പെട്ടതിൽ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതിലൊരു ന്യായം ഉണ്ടെന്ന് പറയാണ് രേവതി. അപ്പോൾ സച്ചി പറയണ, നിനക്കറിഞ്ഞൂടെ അമ്മയുടെ സ്വഭാവം. അമ്മ വരും വരാകളൊന്നും ആലോചിക്കാതെ അങ്ങോട്ട് എടുത്തു ചാടും. അല്ല സച്ചേട്ട, അമ്മയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ സച്ചേട്ടൻ എന്നോട് ദേഷ്യം വരുമോ, വിഷമിക്കുമോ സച്ചേട്ടൻ? എന്താന്ന് ചോദിക്കുമ്പോൾ പറയാം, അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ. അമ്മ തിരിച്ചു വന്നില്ലെങ്കിൽ അച്ഛൻ്റെ സങ്കടം നമ്മൾ കാണില്ലേ സച്ചേട്ട? അച്ഛൻ കണ്ടില്ലേ, അച്ഛനെ കണ്ടില്ലേ അമ്മ ഇറങ്ങിപ്പോയതിൻ്റെ വിഷമത്തിൽ നടക്കുന്നത്? നമ്മൾ രണ്ടുപേര്, ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയി അമ്മ തിരിച്ചു വരും സച്ചേട്ട. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം സച്ചേട്ട. രേവതി, നീ എന്തായി പറയണേ? പിന്നല്ലാതെ വേറെ ഒരു വഴി എൻ്റെ മുമ്പിൽ കണ്ണില്ല. നമ്മളിവിടുന്ന് ഇറങ്ങി അമ്മ തിരിച്ചു വരും സച്ചേട്ടാ. നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം. നീ എന്തായി പറയണേ? ഇവിടുന്ന് ഇറങ്ങാനോ? അതിന് വേണ്ടിയിട്ടാണോ ഞാൻ നിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നത്? അതൊന്നും ഇപ്പം നോക്കണ്ട സച്ചേട്ട. ഇപ്പം നമുക്ക് നമ്മുടെ അച്ഛൻ്റെ സന്തോഷം മാത്രം നോക്കിയാൽ പോരെ. അച്ഛൻ്റെ സന്തോഷം നോക്കുന്നതുകൊണ്ട് തന്നെ രേവതി ഇവിടുന്ന് ഇറങ്ങരുതെന്ന് പറയുന്നത്. രേവതിക്ക് അറിയോ, മരിക്കുന്നവർ അച്ഛൻ എല്ലാ മക്കളും ഭാര്യമാരും ഒക്കെ കൂടെ നിൽക്കണം എന്ന് അച്ഛൻ്റെ ആഗ്രഹം. ആ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് രേവതി നമ്മളിവിടെ നിൽക്കുന്നത്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എന്നെ ആട്ടും തുപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയാലോ എന്ന് ഞാൻ നിന്നേക്കാൾ മുമ്പ് ഞാൻ ആലോചിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് എൻ്റെ അച്ഛൻ്റെ മുഖമാണ് തെളിഞ്ഞു വന്നത്. ആ അച്ഛൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാനിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. നീ ഇപ്പോൾ ഇവിടുന്ന് പോണേ പറ്റി ചിന്തിക്കുകയൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം, ശരത്തിനെ എങ്ങനെ രക്ഷിക്കാന്നുള്ളൊരു കാര്യമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഐഡിയ കിട്ടണില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ. അവനെ ജയിലിൽ കിടത്തിക്കഴിഞ്ഞാൽ അവൻ്റെ ഭാവി മുഴുവൻ പോയില്ലേ രേവതി. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് ശരത്തിനെ പറ്റിയിട്ടാണ്. നാളെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം അവൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയണം. അങ്ങനെ സച്ചേട്ട, എനിക്ക് താങ്ങാൻ പറ്റുന്നുണ്ട് സച്ചേട്ട പറഞ്ഞിട്ട് രേവതി സച്ചിയോട് പറഞ്ഞിട്ട് കരയാണ്. അങ്ങനെ അവർ പരസ്പര സങ്കടങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു രാത്രിയാണ് അന്ന്. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ പിറ്റേ ദിവസം നേരം വെളുത്തു. ചന്ദ്രോദയത്തിന് മുമ്പിൽ ഒരു കാറ് വന്ന് നിന്നു. ഇപ്പം ആരാവോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ? വേറെ ആരുമല്ല, അടുത്ത ഏഷണിയുമായിട്ട് വർഷയുടെ അമ്മ മഹിമയാണ് കയറി വരുന്നത്. മഹിമ കയറി വരുമ്പോൾ തന്നെ ചന്ദ്രേ എന്ന് വിളിച്ചിട്ടാണ് കയറി വരുന്നത്. അപ്പം അത് കാണുമ്പോൾ രവീന്ദ്രൻ, ആ മഹിമയോ വായോ ഇരിക്കുക എന്നൊക്കെ പറയണം. അതേ രവിയേട്ടാ, ഞാൻ ഇവിടെ അടുത്തൊരു വീട്ടിലേക്ക് വന്നത്. അപ്പം എന്നാൽ എന്തായാലും ചന്ദ്രേനെയും വർഷേനെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കയറിയതാന്ന് പറയും. എന്നിട്ട് ചന്ദ്രയെ ഇവിടെ ചോദിക്കുമ്പോൾ ശ്രുതി അവിടേക്ക് വരും, ഹാളിലേക്ക്. അപ്പോൾ ശ്രുതി പറയും, ആൻറ്റി ഇവിടെ ഇല്ല ആൻറ്റി പറയും. അപ്പോൾ എവിടെ പോയി ചോദിക്കുമ്പോൾ ആൻറ്റി ബാമാൻറ്റിയുടെ വീട്ടിലാണ് പറയുക. അതെയോ, എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, എപ്പോഴാണ് വരിക എന്ന് ആൻറ്റിക്ക് മാത്രമേ അറിയുള്ളൂ ആൻറ്റി. അതെന്താ ചോദിക്കുമ്പോൾ പറയും, ആൻറ്റി ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയതാന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ അങ്ങനെ ആകെ പകച്ചു നിൽക്കുക. കാരണം ശ്രുതി ഇങ്ങനെ പറയുന്ന രവീന്ദ്രൻ വിചാരിച്ചിട്ടില്ല. ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോയത്. അതെ, ആൻറ്റി കണ്ടില്ലേ ശരത്ത് ക്യാഷ് മോഷ്ടിക്കുന്ന വീഡിയോ ഒക്കെ വൈറലായത്? രേവതി ഇവിടെ നിൽക്കണ കാരണം കൊണ്ട് ദേഷ്യം വന്നിട്ടാണ് ആൻറ്റി ഇറങ്ങിപ്പോയേക്കണത് ബാമേൻ്റെ വീട്ടിലേക്ക് പറയും. അപ്പോൾ മഹിമ പറയും,
അല്ല, ചന്ദ്രമതിയെ കുറ്റം പറയാൻ പറ്റില്ല. നാണം മനമുള്ള ആരാണെങ്കിലും അത് സഹിക്കുമോ? ചന്ദ്രമതി ചെയ്താൽ എന്താ തെറ്റുള്ളത്? അവൻ ഇങ്ങനൊരു മോഷ്ടാവാന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഇത് കേട്ടിട്ടാണ് രേവതി കോണി ഇറങ്ങി വരുന്നത് കേട്ടോ. അപ്പോൾ രേവതിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാവാണ്. അപ്പോൾ പറയാണ്, അവൻ പണ്ട് സച്ചിയുടെ ബൈക്ക് മോഷ്ടിക്കാൻ നോക്കി. അപ്പം ഞാൻ വിചാരിച്ചു, ആ പ്രായത്തിലുള്ള ഒരു പയ്യനല്ലേ, ആ പ്രായത്തിൻ്റെ ഇതുകൊണ്ട് അപ്പം തോന്നിയതാവും, ബൈക്ക് വേണമെന്ന് ആഗ്രഹം തോന്നിയതാവും, അതുകൊണ്ട് മോഷ്ടിച്ചതാവും എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവനൊരു പെരുങ്കള്ളനാണെന്ന്. ഇവനെയൊക്കെ വിശ്വസിച്ചിട്ട് എങ്ങനെ വീട്ടിൽ കയറ്റിയാൽ ഒന്നും പറയണ്ട. എന്നെ തന്നെ ആൾക്കാരെ വിളിച്ചിട്ട് ഇങ്ങനെ വർഷയുടെ ഭർത്താവിൻ്റെ ഏട്ടൻ്റെ അളിയൻ കള്ളനാണല്ലേ, വീഡിയോ വന്നിട്ടുണ്ടല്ലോ എന്നിട്ട് എന്നെ വിളിച്ചിട്ട് എല്ലാവരോടും മറുപടി പറഞ്ഞിട്ട് ഞാൻ തോറ്റു, വല്ലാത്ത നാണക്കേടായി ഇത് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ട് ഉരുകാണ് രേവതി ഇരുന്ന് കരയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ പറയും, മഹിമ വർഷയെ കാണാൻ വന്നതല്ലേ, വർഷ മുകളിലുണ്ട്, പോയി കണ്ടോളൂ പറയും. അപ്പം വർഷ പെട്ടെന്ന് കോണി ഇറങ്ങി വരും. അമ്മ എന്തപ്പോൾ വന്നേ, അമ്മ വരണ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല, ഞാൻ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാ മോളെ. അല്ല, അമ്മ വിളിച്ചു പറഞ്ഞൊന്നുമില്ല വരണ കാര്യം പറഞ്ഞപ്പോൾ ഇല്ല, വന്നേ വർഷം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് പറഞ്ഞിട്ട് വർഷേനെയും കുട്ടി മഹിമ മോളിക്ക് പോകണം. അപ്പോൾ ആ പോണയാട്ടിൽ മുന്നേ മഹിമ പരമാവധി എരുത്തിയിൽ എണ്ണ ഒഴിച്ചിട്ടാണ് പോയത്. ആ മഹിമ പറയുന്നതിന് മുഴുവൻ സപ്പോർട്ട് ചെയ്ത് ശ്രുതിയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് ഉരുകുകയാണ് രവീന്ദ്രനും. ശ്രുതി പറയണുണ്ട്, അല്ലെങ്കിൽ അവൻ കള്ളനെ, അവനെ കണ്ടറിഞ്ഞിട്ട് ഒന്നും പറയേണ്ട, ഒരു ബിസിനസ് സൈക്കോണായി എനിക്ക് പോലും തല ഉയർത്തി പിടിച്ച് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ വർഷയും മഹിമയും കൂടി മുകളിലേക്ക് കയറി പോകുമ്പോൾ ശ്രുതി പിന്നാലെ കോണി കയറാൻ നോക്കുമ്പോൾ രവീന്ദ്രൻ പറയും, ശ്രുതി ഒരു മിനിറ്റ് നിന്നേ എന്ന് പറയാം. അപ്പോൾ ശ്രുതി അവിടെ നിൽക്കുമ്പോൾ പറയും, ശ്രുതി ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ വീട്ടിൽ അറിഞ്ഞാൽ മതി, പുറത്തൊരാളത് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അങ്കിൾ ഞാനതിന് വേറെ ആരോടല്ലോ, വർഷയുടെ അമ്മയോടല്ലേ പറഞ്ഞു. ആ വർഷയുടെ അമ്മയുടെ ആണെങ്കിൽ നീ ഇപ്പം എന്തിനാ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞേ, അത് പറയേണ്ട ആവശ്യം എന്താ, നമ്മുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ അറിഞ്ഞാൽ പോരെ, എന്തിനാ മറ്റുള്ളവരെ കൂടി അറിയിക്കാൻ നിൽക്കണം എന്നൊക്കെ ചോദിച്ചിട്ട് ഇനി മേലെ ഇത് ആവർത്തിക്കരുത് പറഞ്ഞപ്പോൾ ശ്രുതി പറയാം, അല്ല അങ്കിൾ ഞാൻ പെട്ടെന്ന് വർഷയുടെ അമ്മയിലെന്ന് വിചാരിച്ച് പറഞ്ഞതാ, ഇനി ഞാൻ പറയില്ല ഏട്ടാ അങ്കിൾ, സോറി എന്ന് പറയാണ്. അങ്ങനെ ശ്രുതിക്ക് നല്ലൊരു വാണിംഗ് കൊടുത്തിട്ട് രവീന്ദ്രൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണം. അപ്പോൾ ശ്രുതി വന്നിട്ട് ശ്രുതിയോട് പറയാണ്, എൻ്റെ ശ്രുതി എന്നാലും ഒരു ബിസിനസ് ആയിക്കോണായി, എനിക്ക് പോലും തല ഉയർത്തി പിടിക്കാൻ പറ്റില്ല, ഞാൻ എങ്ങനെ ഇനി ബിസിനസ്സിൽ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവാണ്. ആ സമയത്താണ് പെട്ടെന്ന് ശ്രുതിക്ക് ഒരു ഫോൺ വരുന്നത്. ശ്രുതിക്ക് ഫോൺ വന്നിട്ട് ഫോൺ നോക്കുമ്പോൾ ആൻ്റണിയുടെ കോളാണ്. ആൻ്റണിയോ, എന്തിനാപ്പോൾ വിളിക്കുന്നത്, ഹലോ ആൻ്റണി പറ എന്ന് പറയാണ്. അപ്പോൾ ആൻ്റണി പറയുന്നത് വേറെ ഒന്നല്ല, ശ്രുതിനെ കാണണം എന്നാണ് പറയുന്നത്. ഓക്കെ ആൻ്റണി ഞാൻ വരാമെന്ന് പറയാണ്. അപ്പോൾ ശ്രുതി ആലോചിക്കാൻ, എന്തിനായിരിക്കും ആൻ്റണി എന്നോട് വരാൻ പറയണേ, എന്താണാവോ അവൻ കാണാൻ പറയണതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതി. ഈ സമയത്ത് വർഷേനെയും ശ്രീകാന്തിനെയും കാണാൻ മഹിമ മുകളിലേക്ക് കയറിപ്പോയിക്കാണ്. മഹിമ പറയണേ, എന്തൊരു നാണക്കേടാണ് വർഷ, ഇത് നാണക്കേടായിട്ട് വയ്യ, ഇത് എന്തൊരു കഷ്ടം, അത് എന്തോ ഒരു അപമാനം വന്നേക്കുന്നത്, എനിക്ക് തന്നെ നാണക്കേടാവുന്നു, നിങ്ങളൊക്കെ എങ്ങനെ ഇത് സഹിച്ചു കൊടുക്കണം. അപ്പോൾ വർഷ പറയാം, അതിനിപ്പോൾ എന്താ അമ്മേ, അതിപ്പോൾ എന്താ ഇപ്പം ഉണ്ടായേ, അത് ഉണ്ടായിക്കണത് ആരുടെയാ, ശ്രീകാന്തിൻ്റെ ഏട്ടൻ്റെ ഭാര്യയുടെ അനിയൻ, എത്രയാകുന്നിട്ടുള്ള റിലേഷനാണ്, എനിക്ക് നാണക്കേടാവണം, അമ്മയ്ക്ക് എന്തിനാ നാണക്കേടാവണം, അമ്മയെ ടച്ച് ചെയ്യണേലല്ലോ ഈ ഒരു കാര്യം, ഞങ്ങളല്ലേ നാണക്കേടാവണ്ടേ, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ആൻറ്റി എന്തിനാ ഇപ്പം അതൊക്കെ ചിന്തിച്ചിട്ട് പറയാൻ നിൽക്കണത്, ആൻറ്റി ഇപ്പം അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറ്റിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ വർഷയുടെ അമ്മ മഹിമ പറയാണ്, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടുപേരും എൻ്റെ വീട്ടിലേക്ക് വാ, ഈ അപമാനം സഹിച്ചിട്ട് എങ്ങനെ ഇവിടെ നിൽക്കുക, നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വാർന്ന് പറയാണ്. അങ്ങനെ പറയണ സമയത്ത് ശ്രീകാന്ത് പറയാണ്, ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല, എന്തായാലും ഇപ്പോൾ ഇത്ര വലിയ അപമാനമൊന്നും അല്ലല്ലോ, തെറ്റ് പറ്റിപ്പോയി ശരിയല്ലേ, അതിനിപ്പോൾ ഞങ്ങൾ എന്തിനാ അവിടെ വന്ന് നിൽക്കണം, എന്തിനാ ഒന്നാമത് ആൻറ്റി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടണം, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ തീർക്കില്ലേ, ആൻറ്റി ഇതിൽ വല്ല അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വർഷ പറയാണ്, അമ്മേ ഇത്രയും അകന്നിട്ടുള്ള റിലേഷൻ, അതായത് ശരത്ത് പറഞ്ഞ എവിടെ നിൽക്കണ ആളാ, ഞങ്ങൾ എവിടെ നിൽക്കണം, എന്നാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമില്ല, അമ്മ ഇപ്പം എന്തിനാ ഇതിലൊക്കെ ഇടപെട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കണം, ഇവിടുത്തെ കാര്യങ്ങളും ചെയ്ത് തീർക്കാനുള്ള കഴിവൊക്കെ ഞങ്ങൾക്കുണ്ട്, കഴിവും പ്രാപ്തിയൊക്കെ ഞങ്ങൾക്കുണ്ട്, അമ്മ അതിൽ ഇടപെട്ടിട്ട് നാണം കട നിൽക്കണ്ട, അമ്മ വന്ന വഴി പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് വർഷ മഹിമേനെ ആട്ടിപ്പായിക്കുകയാണ്. അങ്ങനെ മഹിമ ഒരു കുളം കലക്കാന്ന് വിചാരിച്ച് വന്നിട്ട് മഹിമ ആകെ നാണം കെട്ട് ചൂളിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഈ സമയത്ത് മഹിമ നേരത്തെ വന്ന് ഹാളിലിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട്, ശരത്തിനെയൊക്കെ കുറ്റം പറയുന്നുണ്ട്, നാണം കെട്ട ഏർപ്പാടായിപ്പോയി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മധുവേട്ടനോട് ആൾക്കാർ ചോദിക്കുമ്പോൾ മധുവേട്ടന് തല ഉയർത്തി പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന സച്ചി പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ ഭർത്താവ് ഇത്ര നല്ല ആളല്ലേ, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരണം, അവരുടെ സ്വഭാവം ലോകം മുഴുവൻ ഫ്ലാഷ്, അതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങാൻ നിന്നതല്ലേ സച്ചി രവതിയും, നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ആ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി രവീന്ദ്രൻ പുറത്തേക്ക് വിടണം, ആ ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഹോളിലിരിക്കുന്ന സമയത്ത്. അങ്ങനെ വർഷ മഹിമേനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, മഹിമയ്ക്ക് നല്ല ഡോസ് കൊടുത്തിട്ടാണ് വിട്ടേക്കുന്നത്. പക്ഷേ വർഷ ശ്രീകാന്ത് ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ.
അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഇവർ തമ്മിലിങ്ങനെ ശരത്തിൻ്റെ കാര്യം ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, വർഷയും ശ്രീകാന്തും തമ്മിൽ. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ രേവതി സച്ചിയും കൂടിയിട്ട് വീട്ടിലുണ്ട്. അവരെവിടേക്കാണ് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ സമയത്താണ് കോള് വരുന്നത്. നോക്കുമ്പോൾ ദേവുവാണ്. അപ്പോൾ രേവതി ഫോൺ എടുത്തിട്ട് എന്താ മോളെ ദേവു ചോദിക്കുമ്പോൾ ദേവു കാര്യമാണ് ചേച്ചി എന്താ മോളെ ചോദിക്കുമ്പോൾ ശരത്തിനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ വന്നിരുന്നു ചേച്ചി, ശരത്ത് അവിടെ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ അവർ അമ്മേനെ പിടിച്ചു കൊണ്ടുവന്നു ചേച്ചി സ്റ്റേഷനിലേക്ക്. ശരത്ത് വന്നാലേ ഇനി അമ്മേനെ വിട്ടയക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അമ്മ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ചേച്ചി, ഞാനും അത് എനിക്ക് പേടിയായിട്ട് വയ്യ ചേച്ചി എന്ന് പറയണം. അപ്പോൾ രേവതി ചോദിക്കണേ അമ്മ സ്റ്റേഷനിലോ? ഈശ്വര ഇതെങ്ങനെയാ? ഒന്നും പറയേണ്ട ചേച്ചി, പോലീസുകാർ വന്നിട്ട് ചെയ്ത അക്രമമാണ്, അവർ അമ്മേനെ പിടിച്ചുകൊണ്ട് നിൽക്കണം, എനിക്ക് പേടിയായിട്ട് വയ്യ ചേച്ചി, എന്തെങ്കിലും ഒന്ന് ചെയ്യണം ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു കരയാണ്. ഇത് കേൾക്കുമ്പോൾ രേവതി ഉറക്ക കരയാണ്. ഈശ്വര എൻ്റെ അമ്മ സ്റ്റേഷനിലെ സച്ചിയേട്ടാന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിച്ചിട്ട് പറയാണ്. അപ്പോൾ സച്ചി പറയണ രേവതിയോട് നീ വിഷമിക്കല്ലേ രേവതിയുടെ അടുത്ത് വന്ന് ആശ്വസിപ്പിച്ചിട്ട് പറയണേ നീ വിഷമിക്കല്ലേ, നമുക്കിതിന് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം, നീ കരയാതിരിക്കേ, നീ എന്തായാലും വേഗം പുറപ്പെട്, നമുക്ക് പോവാം, സ്റ്റേഷനിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രേവതിയോട് പുറപ്പെടാൻ പറയണം. പക്ഷേ പാവം നെഞ്ചിലൊരു വലിയ തീക്കുണ്ടായിട്ടാണ് ആ പാവം സച്ചി നടക്കണത് കേട്ടോ. സച്ചിയുടെ വിഷമം സച്ചിക്ക് മാത്രമല്ലേ അറിയുള്ളൂ അല്ലേ, നമുക്കറിയില്ലല്ലോ. ഇനിയിപ്പോൾ ശരത്തിനെ സച്ചി സ്റ്റേഷനിൽ ഹാജരാക്കുമോ, എന്നിട്ട് അമ്മേനെ കൊണ്ടുവരുമോ, എന്താ ഉണ്ടാവുക അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ രേഖപ്പെടുത്തിക്കോളൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിച്ചോളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ ചെമ്പനീർപ്പൂവ് പറഞ്ഞ സീരിയൽ ഇഷ്ടമാണോ? നിങ്ങളുടെ വിലയേറിയ കമൻസിനായിട്ട് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ കഥ ഇങ്ങനെയാണ് വരുന്നത്. ഭയങ്കര മനസ്സ് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇന്ന് വരുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതുവരെ കഥ കേട്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്